പ്രിയപ്പെട്ട ബ്ലൂ ഹിൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ അംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. രാജ്യം ഇന്ന് 74-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ ദിവസം തന്നെ നമ്മുടെ കുടുംബ സംഗമമായി തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു പ്രധാന കാരണമുണ്ട്. ഇന്നത്തെ നമ്മുടെ കുടുംബ ചർച്ചയുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റ് അഥവാ മാലിന്യ സംസ്കരണമാണ്. നമ്മൾ മൊത്തം 75 കുടുംബങ്ങളാണുള്ളത്. ഇത്രയും വീടുകളിലെ വേസ്റ്റുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഒരുപാട് കലാപരിപാടികൾ നമ്മുടെ കുട്ടികളുടെ അരങ്ങേറേണ്ടതായിട്ടുണ്ട്. ആയതിനാൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് അഥവാ മാലിന്യ സംസ്കരണം എന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയങ്കരിയായ അസോസിയേഷൻ സെക്രട്ടറി ശ്രീമതി ഉമാ റാണിയെ ക്ഷണിക്കുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. പ്രിയമുള്ളവരെ, ബ്ലൂ ഹിൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ അംഗങ്ങളെ, പ്രിയപ്പെട്ട പ്രസിഡന്റ് JP സാർ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പ്രത്യേക അജണ്ട മാലിന്യത്തെക്കുറിച്ചാണ്. അത് വ്യക്തമായി തന്നെ നമ്മുടെ പ്രസിഡന്റ് അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ കോളനിയിൽ 75 കുടുംബങ്ങളുണ്ട്. ഇവിടുത്തെ വേസ്റ്റ് പ്രധാനമായിട്ടും ഭക്ഷണം, അതിൻ്റെ വേസ്റ്റ്, പാല്, മാവ്, അതുപോലെയുള്ള വേസ്റ്റ് കവറുകൾ, ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? അടുത്തുള്ളവരുടെ പറമ്പിലോ ഓടയിലോ നമ്മൾ നിക്ഷേപിക്കുന്നത്. അതല്ലാതെ പഞ്ചായത്തിൽ നിന്നും ഹരിതകർമ്മസേന വരുന്നുണ്ട്. അവർക്ക് യൂസർ ഫീ കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അടുത്ത ജനുവരി 26 ആകുമ്പോഴേക്കും നമ്മുടെ ഈ കോളനി മാലിന്യമുക്ത രഹിത കോളനിയായി പ്രഖ്യാപിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളോടൊപ്പം നിങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. ഇത് പ്ലാസ്റ്റിക് കവറാണ്. അതിനിപ്പോ നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കണില്ലല്ലോ അപ്പൂപ്പ. ഇത് ഇന്നത്തേന്നല്ല, ഇത് കുറെ കാലമായിട്ട് ഈ മണ്ണിനടി കിടക്കുന്നതാ. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അന്നൊക്കെ എങ്ങനെയാ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നേ? ഞങ്ങള് പീടിയെ പോകുമ്പോ തന്നെ തുണിസഞ്ചിയോ എന്തെങ്കിലും കൊണ്ടുപോകും, അല്ലെങ്കിൽ തേക്കിന്റെ ഇലയിൽ തന്നെ തരും. അല്ലേ കാതറേ? അതിനിപ്പോ നിങ്ങളെന്താ വർത്താനം പറഞ്ഞിരിക്കണെന്നുള്ളത് ഞമ്മക്കെങ്ങനെയാ തിരിയുക? ഞാൻ ഉണ്ണിമോളോട് പറയായിരുന്നേ, നമ്മള് ചെറുപ്പകാലത്ത് പീടിയെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും? അമ്മ തുണിസഞ്ചി തന്നു വിടും. നമ്മൾ എന്നിട്ട് ഇതും കൊണ്ടാണ് പീടിയെ പോവുക. അവിടുന്ന് മൂപ്പര് ഏതെങ്കിലും തേക്കിൻ്റെ ഇലയിലോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും പേപ്പറിലോ പോയി സാധനം തന്നു വിടും. അല്ലേ? അന്ന് പ്ലാസ്റ്റിക്കും ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താണോ കയ്യിൽ കിട്ടണത് അതിൽ നമ്മൾ വാങ്ങിക്കൊണ്ട് വരും. ഇന്നിപ്പോൾ അതാണ് സ്ഥിതി. ആയിരിക്കട്ടെ, നിങ്ങളെങ്ങടെ ധൃതിയിൽ? നമ്മൾ പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ടാ. അതായത് 2 ദിവസം മുമ്പ് നമ്മുടെ പുരേൻ്റെ അരികത്ത് 3-4 ചാക്ക് കോഴി വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നു. നിങ്ങൾ തിന്നതാ? മണത്തിട്ട് അങ്ങോട്ട് നടക്കാനേ പറ്റുന്നില്ല. ആരെ കൊണ്ടിട്ടിരിക്കണമെന്ന് ഒരു പിടിയില്ല. ശങ്കരേട്ടാ, ആളുകൾ നടക്കുന്ന വഴിയല്ലേന്ന്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇറങ്ങി നടക്കാനേ പറ്റുന്നില്ല. ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, ഞാനും കൂടെ വരാം. അത് ശരി. ഞാനേ ഈ വേഷം ഒന്ന് മാറട്ടെ. നടക്കുമാ. നമ്മൾ നടക്കാൻ കഴിയതാണോ അതോ ഇപ്പൊ ഇരിപ്പൊന്നുമില്ല. Playing meditation instructions for Amarani. Breathe in
ഓരോ ശ്വാസത്തിലും നിങ്ങൾ അജ്ഞത വെടിഞ്ഞ് മനസ്സിന് വ്യക്തത കൈവരിക്കുന്നു. ബ്രീത്ത് ഔട്ട്. ലോകം നിങ്ങളെ അവഗണിക്കുന്നു. എന്നാൽ അവരെയെല്ലാം മറികടന്ന് നിങ്ങൾ നിരുപാധികം ശക്തിയോടെ തിരിച്ചു വരിക തന്നെ ചെയ്യും. നിങ്ങൾ വിസ്മയകരമായ ശക്തിയുടെ ഉടമയാണ്. ബ്രീത്ത് ഇൻ. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. തുറക്കണല്ലേ, കോളിംഗ് ബെല്ലടിക്ക്. കോളിംഗ് ബെൽ. ശ്വാസം പതിയെ പുറത്തേക്ക് വിടുക. നിങ്ങൾക്കുള്ളിലെ മാലിന്യം പുറത്തേക്ക് തള്ളുന്നു. ശോ. ഓ. എന്താ മോളെ? എന്തേ? ഇതവിടെ തരാൻ പറഞ്ഞു. ആരാ തരാൻ പറഞ്ഞേ? അതങ്ങ് വാങ്ങി വെക്കുക എൻ്റെ സെക്രട്ടറി. അതന്നെ നോക്കണ്ട, നിങ്ങളുടെ അടുക്കള വേസ്റ്റ് ഇന്ന് രാവിലെ അവിടെ കൊണ്ടുവന്ന് തട്ടിയിട്ട് പോയില്ലേ? കൃത്യമായിട്ട് എവിടെ ഇടാൻ പാടില്ല അവിടെ തന്നെ തട്ടി. കറുപ്പും കറുത്ത തൊപ്പിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ വണ്ടി ഇത് നിങ്ങളുടെ തന്നെയല്ലേ? ആ നമ്പർ വെച്ച് കണ്ടുപിടിക്കുന്നത് മനസ്സിലായില്ല അല്ലേ? കഷ്ടം. വേലി തന്നെ വിളവ് തിന്നെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ അതാ കാണുന്നു. നിങ്ങൾക്കൊന്നും നാണമില്ലേ? ഇത്രയും വലിയ കോളനിയുടെ സെക്രട്ടറി അത്ര. ഇവിടെ ഉള്ളവരെയൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആളാണ്. എന്തിനു പതുക്കെ ആക്കണേ? റിയലി സോറി. ഇനി ഇത് ആവർത്തിക്കില്ല. ഞാനിത് വീടിൻ്റെ പിന്നാമ്പുറത്തിട്ട് കത്തിക്കാം. ദേ കിടക്കണം. ഇവരൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല എൻ്റെ ശങ്കരേട്ട. നമുക്കൊരു പരാതി എഴുതിയിട്ട് പഞ്ചായത്തിൽ കൊടുക്കാം. അവർ നടപടി എടുത്തോളും. എന്താ? നിങ്ങളിത് പുറകിലിട്ട് കത്തിച്ചാ ഞങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് സമ്മാനം കിട്ടും. പകരം നിങ്ങൾ പിഴ അടയ്ക്കേണ്ടി വരും. നിങ്ങൾക്കിതൊന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങൾ ചെയ്യില്ല. ഒരു വിവരമില്ലാത്ത ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ഈ പഠിപ്പും വിവരമുള്ള നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താലോ? സോറി. സോറി നമ്മുടെ അടുത്തല്ല പറയേണ്ടത്. നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോയി. ഇനി ഇവിടെ ജീവിക്കുന്നത് ഈ കുഞ്ഞുങ്ങളാണ്. നമ്മളൊക്കെ ഇവരോടെ സോറി പറയേണ്ടത്. ആ, ഹരിതകർമ്മസേനയാണല്ലോ പറഞ്ഞത്. അതെന്തായാലും നന്നായി ഇന്ന് തന്നെ വന്നത്. അപ്പോൾ ആ നല്ല കാര്യം അങ്ങോട്ട് ചെയ്യുക. സെക്രട്ടറിയുടെ കൈ കൊണ്ട് തന്നെ ആ വേസ്റ്റ് അവർക്ക് കൊടുത്തണേ. ഓരോ ശീലങ്ങൾ പഠിച്ചു തുടങ്ങണത് നല്ലതാണ്. ആ കാടൊക്കെ ഉണ്ട് അവർക്ക്, എല്ലാം ഉണ്ട്. എന്നിട്ടാണ് അവിടെ വന്നിട്ട് തട്ടണത്. കഷ്ടം. അല്ല, കാർഡ് മാത്രമല്ല, അവർക്ക് പൈസയും കൂടി കൊടുക്കണം. ഇതൊന്നും ശീലമില്ല. കൊടുക്ക. അപ്പൊ ഒരു നല്ല കാര്യം തുടങ്ങിയതിനൊന്ന് കൈയടിക്കാം.